തകർന്നടിഞ്ഞ് തഗ് ലൈഫ്, നഷ്ടപരിഹാരം ആവശ്യപ്പെടാനൊരുങ്ങി തിയേറ്റർ ഉടമകൾ. ഒ.ടി.ടി ഡീലിലും പ്രതിസന്ധിയിൽ. കേരളത്തിൽ തഗ് ലൈഫ് പ്രദർശിപ്പിച്ചിരുന്ന തിയേറ്ററുകളിൽ പലതിലും മോഹൻലാലിന്റെ റിലീസ് ചിത്രമായ ഛോട്ടാ മുംബൈ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. കമലഹാസനും മണിരത്നവും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച തഗ് ലൈഫ് എന്ന സിനിമ ഏറെ പ്രതീക്ഷകളുമായാണ് തിയേറ്ററുകളിൽ എത്തിയത്. എന്നാൽ ആ പ്രതീക്ഷകൾ അസ്ഥാനത്തിലാക്കിയുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിലെ പരാജയം മൂലം റിലീസ് ചെയ്ത ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട്ടിലെ പല തിയേറ്ററുകളിലും സിനിമയുടെ പ്രദർശനം നിർത്തിവച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് സംഭവിച്ച നഷ്ടപരിഹാര തുക ആവശ്യപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾ എന്നാണ് നാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിതരണക്കാരായ റെഡ് ജയന്റ് മൂവീസിൽ നിന്നും നിർമ്മാതാക്കളായ കമൽഹാസൻ, മണിരത്നം എന്നിവരിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനാണ് തിയേറ്റർ ഉടമകളുടെ നീക്കമെന്നാണ് വിവരം. അതേസമയം നെറ്റ്ഫ്ലിക്സുമായി സിനിമ ഒപ്പുവച്ച 130 കോടി രൂപയുടെ ഒ.ടി.ടി കരാർ പുനരവലോകനത്തിന് വിധേയമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. കരാർ തുകയിൽ 25% കുറവ് വരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. തിയേറ്റർ റണ്ണിന് ശേഷം 28 ദിവസങ്ങൾ കഴിഞ്ഞാണ് സിനിമ ഒ.ടി.ടി റിലീസായി എത്തുന്നത്. എന്നാൽ തഗ് ലൈഫ് നേരത്തെ ഒ.ടി.ടിയിൽ എത്തുമെന്നും സൂചനയുണ്ട്. സാൻനിൽക്ക് റിപ്പോർട്ട് അനുസരിച്ച് 45 കോടിക്കാണ് തഗ് ലൈഫിന്റെ വാരാന്ത്യ കളക്ഷൻ. കമൽഹാസന്റേതായി 2022 പുറത്തിറങ്ങിയ വിക്രം ഒരാഴ്ച കൊണ്ട് നേടിയത് 168 കോടി രൂപയാണ്. കേരളത്തിൽ തഗ് ലൈഫ് പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ മോഹൻലാലിന്റെ റിലീസ് ചിത്രമായ ഛോട്ടാ മുംബൈ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.